ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തായാലും മന്ത്രിസഭയിൽ ഏറ്റവും ശക്തൻ മുഖ്യമന്ത്രി തന്നെയാണ്. മന്ത്രിസഭയുടെ നായകൻ എന്ന നിലയിൽ മാത്രമല്ല, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും മുഖ്യമന്ത്രിയെ ശക്തനാക്കുന്നു. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാകും. താൻ വിചാരിക്കുന്ന തരത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുക്കാൻ തന്റെ കയ്യിൽ തന്നെ വേണമെന്ന് പല മുഖ്യമന്ത്രിമാരും ചിന്തിക്കുന്നു. പോലീസിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളൂ എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാർ ഏറെയുണ്ട്. കേരളത്തിൽ 10 വർഷം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയൻ സർക്കാരിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. വകുപ്പ് ഭരണം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പോലീസ് അതിക്രമം എന്ന പ്രയോഗം സ്ഥിരമായി ഉയർന്നുവെങ്കിലും ഒരു ശൈലി മാറ്റവും ആഭ്യന്തരം കൈകാര്യം ചെയ്ത അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയിൽ നിന്നുണ്ടായില്ല. അതിന്റെ വിലയും കൊടുക്കേണ്ടി വന്നു എന്ന് ഓർക്കണം. ഇപ്പോഴിതാ UDF സർക്കാരിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രി VD സതീശൻ അല്ല, മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ആ തീരുമാനത്തിലെ യുക്തി ഇവിടെ ചർച്ചയാകുന്നില്ല. ആ കീഴ്വഴക്കമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി, അത് കേരളത്തിന് പുതുമയല്ല. പണ്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ കാലം മുതൽ ആഭ്യന്തരം കൈയാളാത്ത മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് VS മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. VSന് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും മാറി മാറി ആഭ്യന്തരമന്ത്രിമാരായി. അതിനുശേഷം 10 വർഷം പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരാൾ തന്നെയായി. അതിനുശേഷം വീണ്ടും ആഭ്യന്തരം കൈയാളാത്ത മുഖ്യമന്ത്രിയാകുകയാണ് VD സതീശൻ. മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ആ സർക്കാർ നിയമസഭയ്ക്കുള്ളിലും ഭരണതലത്തിലും ഏത് രീതിയിലായിരിക്കും പ്രവർത്തനം എന്നത് ചർച്ചാ വിഷയമാണ്. ഇതിലെ ഒരു ഗുണം, നിയമസഭയ്ക്കുള്ളിലെ പ്രതിപക്ഷ ആക്രമണത്തിൽ നിന്ന് ഒരു പരിധിവരെ മുഖ്യമന്ത്രി സുരക്ഷിതനായിരിക്കുമെന്നതാണ്. സ്വാഭാവികമായും പോലീസുമായും ആഭ്യന്തര വകുപ്പുമായും ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും നിയമസഭയ്ക്കുള്ളിലെ പോരിന്റെ ആണിക്കല്ല്. അതിന് മറുപടി പറയേണ്ട ബാധ്യത വരുന്നത് സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രിക്കായിരിക്കും. എന്ന് വെച്ചാൽ സതീശൻ മന്ത്രിസഭയിൽ അതിന്റെ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അത്തരം വിഷയങ്ങളിൽ നിയമസഭയിലെ കടന്നാക്രമണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് തൽക്കാലം തടിയൂല. അപ്പോഴും ഇന്റലിജൻസ് റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. VD സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. 2011-2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തനി ആവർത്തനം. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ആഭ്യന്തരവും വിജിലൻസും തുടക്കത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നുവെങ്കിൽ പിന്നീട് അത് രമേശ് ചെന്നിത്തലയിലായി. സതീശൻ മന്ത്രിസഭയിലും ആഭ്യന്തരം രമേശ് ചെന്നിത്തലയെ ഏൽപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും 2 പേരാകുമ്പോൾ പോലീസിന്റെ അധികാരം ആർക്ക് എന്ന സംശയം ഉയരുക സ്വാഭാവികമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരണം ആർക്ക് നൽകണം, ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നെല്ലാമുള്ള സംശയങ്ങൾ കൂടി സാധാരണക്കാർക്ക് ഉണ്ടാകുന്നുമുണ്ട്. സ്വാഭാവികമായും പോലീസ് മന്ത്രി ആഭ്യന്തരമന്ത്രിയാണെന്നിരിക്കെ പോലീസ് വകുപ്പിന്റെ അധികാരം ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ, വകുപ്പിലെ മാറ്റങ്ങൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിയായിരിക്കും. ഇവിടെ പുതിയ കേരള മന്ത്രിസഭയിൽ വിജിലൻസ് കൂടി ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുന്നതിനാൽ അഴിമതി വിരുദ്ധ നടപടികളുടെ മേൽനോട്ടവും ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ്. നിയമസഭയിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെടാൻ പോകുന്നത് ഈ പോലീസ് മന്ത്രി തന്നെയാകും. കാരണം മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ നിയമസഭയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടാനും അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടാനും പോകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പേരിലും പോലീസിനെ ചൊല്ലിയുമായിരിക്കും. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ആഭ്യന്തര മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്തിരുന്നതിനാൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനും മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് സമാനമായ വിഷയങ്ങൾ ഉയർന്നു വരികയാണ് എങ്കിൽ അവിടെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്യപ്പെടുന്നില്ല. പോലീസ് ഭരണം ഇല്ലാത്ത മുഖ്യമന്ത്രി ആയതിനാൽ സതീശനെ ലക്ഷ്യം വെക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയുമില്ല. ഇത്തവണ പോലീസുമായും വിജിലൻസുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണത്തിന് വിധേയമാകുക രമേശ് ചെന്നിത്തലയായിരിക്കും. ആഭ്യന്തരമന്ത്രി നൽകുന്ന മറുപടിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി അക്കാര്യം വിശദീകരിക്കേണ്ടി വരികയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു പരിധിവരെ സേഫ് ആണെന്ന് സാരം. പോലീസ് വകുപ്പ് ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണെങ്കിലും IPSകാരുടെ കാര്യം, DGP നിയമനം, ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നിവയിൽ അവസാന വാക്ക് മുഖ്യമന്ത്രിയുടേത് തന്നെയാകും.
IAS, IPS അടക്കമുള്ള അഖിലേന്ത്യാ സർവീസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പ് ആയതുകൊണ്ട് തന്നെ IPS വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രി തന്നെയായിരിക്കും. പോലീസ് തലപ്പത്തെ അഴിച്ചുപണി അടക്കം തീരുമാനം ഇനിയും മുഖ്യമന്ത്രിയിൽ തന്നെ അധിഷ്ഠിതമായിരിക്കും. DGP നിയമനം പോലുള്ള കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കായിരിക്കും. DGP സ്ഥാനത്തേക്ക് യോഗ്യതയുള്ളവരുടെ പട്ടിക കേന്ദ്രത്തിലേക്ക് കൈമാറുന്നതും കേന്ദ്രം നൽകുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്ന് യോഗ്യനായ ഒരാളെ തെരഞ്ഞെടുക്കുന്നതും അടക്കം അന്തിമ വാക്ക് മുഖ്യമന്ത്രിയുടേതായിരിക്കും. പക്ഷേ ഇവിടെ ആഭ്യന്തരമന്ത്രി മറ്റൊരാളായതിനാൽ അദ്ദേഹവുമായി കൂടിയാലോചിച്ച ശേഷം ഇരുവരും ഒന്നിച്ചുള്ള കൂട്ടായ തീരുമാനത്തിൽ എത്തേണ്ടി വരുമെന്ന് മാത്രം. പക്ഷേ കടുപ്പത്തിലാകാൻ പോകുന്നത് ഇന്റലിജൻസ് വിഭാഗമാണ്. സാധാരണയായി എല്ലാ ദിവസവും ഇന്റലിജൻസ് മേധാവി സംസ്ഥാനത്തെ സാഹചര്യം മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിക്കാറുണ്ട്. സാധാരണ മുഖ്യമന്ത്രിമാർ തന്നെ ആഭ്യന്തരമന്ത്രിമാർ ആയതുകൊണ്ട് ഒരാളോട് വിശദീകരിച്ചാൽ മതി. പക്ഷേ ഇവിടെ ആഭ്യന്തരം കൈയാളുന്നത് മറ്റൊരു മന്ത്രിയാണ്. എന്നാൽ ഇന്റലിജൻസിന്റെ ചുമതല മുഖ്യമന്ത്രിക്കുമാണ്. ഇതോടെ ഇന്റലിജൻസ് മേധാവി ഈ വിവരങ്ങൾ ആർക്ക് കൈമാറുമെന്നത് ഇനി മുതൽ നിർണായകമാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നാൽ പോലീസിലെ കാര്യങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടായി സർക്കാരിനെ അറിയിക്കാറുണ്ട്. വിവിധ വകുപ്പുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളും മുന്നറിയിപ്പുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചുള്ള സൂചനകളും എല്ലാം അടങ്ങുന്നതാകും ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ആഭ്യന്തരമന്ത്രി അറിയേണ്ടത്. ബാക്കി കാര്യങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് വകുപ്പുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്തി കുറിപ്പ് നൽകുകയും 10-15 മിനിറ്റ് കൊണ്ട് അത് വിശദീകരിച്ച് പറയുന്നതുമാണ് ഇന്റലിജൻസ് മേധാവിയുടെ രീതി. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ ഫോണിൽ വിളിച്ചും വിശദീകരിക്കും. പക്ഷേ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി കൂടി വരുമ്പോൾ വിവരം ആർക്ക് കൈമാറുമെന്നത് അതീവ നിർണായകമാണ്. ചുരുക്കത്തിൽ ഇന്റലിജൻസ് മേധാവിക്ക് പണി കൂടുമെന്ന് സാരം. ഇനി ഒരു ദിവസം 2 പേരോടും വിശദീകരിക്കേണ്ടിയും കുറിപ്പും നൽകേണ്ടി വരികയും ചെയ്യും. മുഖ്യമന്ത്രിയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ആഭ്യന്തരമന്ത്രിയോടും പറയുമോ എന്നതും അതീവ നിർണായകമാണ്. അത് ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരവും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും തമ്മിലുള്ള അടുപ്പം പോലെ ഇരിക്കുമെന്നുമാണ് നിയമവിദഗ്ധർ പറയുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രണ്ടാകുന്നത്. അത് പോലീസ് സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കണം. ഏകാധിപത്യ ശൈലിയാണ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ ശീലിച്ചു പോന്നത് എന്ന വിലയിരുത്തൽ പലർക്കുമുണ്ട്. പോലീസിനെ കയറൂരി വിട്ടുവെന്നും ക്രിമിനലുകളായ പോലീസുകാരെ നിലയ്ക്ക് നിർത്തിയില്ല എന്നും ആരോപണമുയർന്നു. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പിനെ ചോദ്യം ചെയ്യാൻ പോലും മന്ത്രിസഭയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ ധൈര്യപ്പെട്ടില്ല. LDFന്റെ ഇത്തരത്തിലുള്ള ഭരണപരാജയം ജനങ്ങളുടെ ഉള്ളിൽ ഭീതി ഉണ്ടാക്കിയെന്നും അതാണ് പിണറായി സർക്കാരിന്റെ കസേര തെറിക്കാൻ കാരണമെന്നും രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ പാഠം ഉൾക്കൊണ്ടാകും UDF സർക്കാരിലെ ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുക. അപ്പോഴും മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കാതെ ആഭ്യന്തരമന്ത്രി തീരുമാനങ്ങൾ എടുത്താൽ ജനത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടും. ജനങ്ങളുടെ ഇഷ്ടം നഷ്ടപ്പെട്ടാൽ 5 വർഷം കഴിഞ്ഞ് ആര് ഭരിക്കണം എന്നതിൽ കൂട്ടായ തീരുമാനം ഉണ്ടായില്ലെങ്കിലും ഈ സർക്കാർ തുടരേണ്ടതില്ല എന്ന് അവർ ഒരുമിച്ച് തീരുമാനിക്കുകയും ചെയ്യും.